فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ തജല്ലി എങ്ങനെ കാണും? അത് കാണാൻ കഴിയില്ലെങ്കിൽ അള്ളാന്റെ ദാത്തിനെ ഇവിടെ വെച്ച് എങ്ങനെ കാണും? അത് റബ്ബ് കാണിച്ചു തരും. وجوه يومئذ ناظرة إلى ربها ناظرة. നാളെ ചില മുഖങ്ങൾക്ക് പ്രകാശമാണ്, ശോഭയുണ്ട്. നാളെ ചില മുഖങ്ങൾക്ക് തെളിച്ചമുണ്ട്. നാളെ ചില മുഖങ്ങൾ അതിസുന്ദരമാണ്. കാരണം ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് നോക്കുമ്പോൾ, ആ റബ്ബിന്റെ ദാത്ത് കാണാൻ നാളെ അവസരമുണ്ടാകുമ്പോൾ മുഖങ്ങൾക്ക് കിട്ടുന്ന ഒരു തെളിച്ചമുണ്ട്. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇൻഷാ അല്ലാഹ്. ഉമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനോടെ ഇവിടെ ഭൂമിന്റെ മോനെ നിനക്ക് പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയും, വെറുതെ ഞാനിവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്തിനാ അതൊക്കെ അല്ല മോനെ, നിന്റെ കൈയൊക്കെ നിനക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടപ്പോ ഇങ്ങനെയല്ലേ ഇരിക്കണത്. കൈയൊക്കെ സ്ട്രെച്ച് ചെയ്ത് നിനക്ക് ഒരു പക്ഷെ ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചെയ്ത് നീന്തി തുടിക്കാൻ പറ്റുന്ന കുളങ്ങള്, പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം, ഫുട്ബോൾ കോർട്ടുകള്, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ് ബോൾ കോർട്ടുകള്, എന്തൊക്കെ കളറുകളും നിറങ്ങളുമുള്ള കുന്നുകളും മലകളും സമുദ്രങ്ങളും ജലാശയങ്ങളും തടാകങ്ങളും കടലുകളുമുള്ള ഒരു ലോകത്തേക്ക് നീ വരും കേട്ടോ എന്നാ കുട്ടിയോട് പറഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ കാണാത്തൊരു ലോകം എന്തിനാ വെറുതെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ബോധി വെപ്പിക്കുന്നത് ചോദിച്ചാൽ, അതുപോലെയാണ് ഇവിടെ നിന്നുകൊണ്ട് ആഖിറത്തിന്റെ വിഷയം പറയുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴേ അതൊക്കെ ഉണ്ടോ? ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് തോന്നിയത് അതായിരിക്കണം. ഇനി വലിയൊരു ലോകത്തേക്ക് ഞാൻ പോവുകയാണ് ഇത് പറഞ്ഞാൽ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ജനിച്ചു വീണപ്പോ എന്നാ പിന്നെ ഇനി ഉമ്മയുടെ വയറ്റിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ? പറ്റില്ല. എന്ന പോലെ ആഖിറത്തിൽ എത്തിപ്പെട്ട ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ ഒരിക്കലും എനിക്കൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോകണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുക പോലുമില്ലെന്നാണ്. ഇതുപോലെ just like a baby wouldn't want to go back into the womb of a mother, അതുപോലെയാണ് ഈ ലോകവും നാളത്തെ പരലോകവും കിടക്കുന്ന ബന്ധമെന്ന്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വന്നവരാണ് നമ്മളൊക്കെ, മനുഷ്യരാണ്. അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്ന ഈ ലോകത്ത് മാതൃപിതൃ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, സൗഹൃദ ബന്ധങ്ങളെ നന്മയുടെ കരടിൽ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. മനുഷ്യന് ഉണ്ടാക്കണം, സമ്പത്ത് വേണം, ഇനിയും വേണം, ഇനിയും വേണമെന്ന ആ ഒരു ആർത്തിയിൽ എല്ലാം മറന്നുപോയി സമ്പത്തിനെ മാത്രം ആരാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറിപ്പോകുന്നിടത്ത് ശ്രദ്ധിക്കണേ, നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ പിന്തിരിയുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ മനോഹരമായ പാഠങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. തങ്ങളുടെ എത്താറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന സമയത്ത് ഞങ്ങൾ പരിപാടി കൺക്ലൂഡ് ചെയ്യും എന്ന് പറയുന്നത് ആ വാക്ക് പാലിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ മജ്ലിസ് കൂടെ ഇവിടെ നടക്കണം. അത് മനോഹരമായി നമ്മൾ ഇതിലൊക്കെ ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾ അങ്ങനെ കിടക്കുന്ന ബില്യൺ കണക്കിന് ഗാലക്സികള്, ഇതെല്ലാം നിങ്ങളുടെ കൽബിലേക്കൊന്ന് കൊണ്ടുവന്നാൽ വലിയൊരു മരുഭൂമിയെ കൂടെ സങ്കല്പിക്കുക. ആ മരുഭൂമിയുടെ നടുവിൽ ഒരു വളയുണ്ട്, ഒരു വള, ഒരു റിങ് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേസ്ലെറ്റ്. വിശാലമായ മരുഭൂമി, കണ്ണെത്താ ദൂരം കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ എവിടെയോ ഒരു ചെറിയ ഒരു ഹലഖ, ഒരു റിങ്. ആ റിങ്ങും ആ മരുഭൂമിയുടെ വലിപ്പവും നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ആ ചെറിയ റിങ്ങാണ് ഈ പ്രപഞ്ചമെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുർസി. റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ണെത്താ ദൂരം നിൽക്കുന്ന മരുഭൂമിയാണ് അത്രേ അള്ളാഹുവിന്റെ കുർസി.
ഇനി ആ കണ്ണെത്താ ദൂരമുള്ള മരുഭൂമിയിൽ കിടക്കുന്ന റിങ് തന്നെ സങ്കല്പിക്കൂ. ആ റിങ്ങാണ് അള്ളാന്റെ കുർസിയെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അർശിനെ താങ്ങി നിൽക്കുന്നത് മഹാഭീമാകാരന്മാരായ അള്ളാഹുവിന്റെ 8 മലക്കുകളാണ്. അതിൽ 4 മലക്കുകൾ ചൊല്ലുന്നു സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നു റബ്ബേ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു റബ്ബേ. ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക്. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അലാ അഫ്വിക ബഅദ ഖുദ്റതിക്. പടച്ചവനെ നീ ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നവനാണ്, ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയുന്നവനാണ്. എന്നിട്ടുകൂടെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നുവല്ലോ, അതുകൊണ്ട് നിനക്കാണ് സ്തുതി. അല്ലാഹ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക്. അടുത്ത 4 മലക്കുകൾ ചൊല്ലുന്നത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, നിനക്കാണ് സർവസ്തുതിയും. ലക്കൽ ഹംദു അലാ ഹിൽമിക്. പടച്ചവനെ നീ എത്ര സഹനമുള്ളവനാണ്. എന്തൊക്കെയാ നിന്റെ സൃഷ്ടികൾ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പടച്ച മനുഷ്യർ, ശ്വാസം നിന്നാൽ ജീവനറ്റു പോകുന്ന മനുഷ്യൻ, ഉറങ്ങിക്കിടന്നാൽ എണീക്കുമോ എന്ന ധൈര്യമില്ലാത്ത മനുഷ്യൻ, എന്തൊക്കെയാ നിന്നെക്കുറിച്ച് പറയുന്നത്, എന്തൊക്കെയാണ് നിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്നത്, എന്തൊക്കെയാ നിന്റെ ദീനിനെ കുറിച്ച് പരിഹസിക്കുന്നത്. നിന്റെ സഹനം അപാരമാണ് റബ്ബേ. നിന്നെ വേദനിപ്പിക്കുന്ന, നിനക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാക്ക്, ഒരു ചിന്ത ഒരു മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഹൃദയത്തിൽ ഉദിക്കുമ്പോഴേക്കും അതറിയാൻ കഴിയുന്ന റബ്ബേ ബഅദ ഇൽമിക്. അത് നിനക്കറിയുമല്ലോ. എന്നിട്ട് പോലും അവരെ പെട്ടെന്ന് നശിപ്പിക്കാതെ, അവിടെ വെച്ചവരെ തീർത്തുകളയാതെ, ജീവിക്കാൻ ഇനിയും അവസരം നൽകുന്ന, തെറ്റുകൾ തിരുത്താൻ അവസരം നൽകുന്ന വിധം ക്ഷമയുള്ള റബ്ബേ, നിന്റെ ക്ഷമക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്ന അർശിനെ ചുമക്കുന്ന വേറെ 4 മലക്കുകളും അല്ലാഹുവിനുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചൊല്ലി നോക്കൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക്. 4 മലക്കുകൾ അതാ അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നുവല്ലോ റബ്ബേ. അവിടെ നമ്മൾ മാപ്പ് കൊടുക്കുക മനുഷ്യർക്ക്. നമ്മോട് തെറ്റ് ചെയ്തവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മോട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നാൾ മറക്കാൻ കഴിയാത്ത വിധം നിരുപാധികം അല്ലാഹുവിനെ ഓർത്ത് മാപ്പ് കൊടുക്കുക. അടുത്തൊരു കൂട്ടം മലക്കുകൾ അല്ലാഹുവിന്റെ ഈ അർശിനെ താങ്ങുന്ന മറ്റു 4 മലക്കുകൾ ചൊല്ലുന്നതും ഇങ്ങനെയാണ്. അല്ലാഹ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ചൊല്ലിക്കോളൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക. ഒന്ന് ഹിൽമ്, മറ്റേത് ഇൽമ്. ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക. ആദ്യം പറയുന്ന മലക്കുകൾ ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. ഇവിടെ പറയുന്നു റബ്ബേ നീ എത്ര ക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ശുദ്ധ ഖുർആനിന്റെ സൂറകളിൽ ഒരു ചെറിയ സൂറയാണല്ലോ സൂറത്തുൽ അസ്ർ. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഈ കാലം ജീവിച്ചു തീർത്തുപോകുന്ന മനുഷ്യൻ നഷ്ടത്തിലാണ്. ഈ കാലം തീർത്തുപോയി ആയുസ് തീർന്നു പോകുന്ന ഈ മനുഷ്യൻ നഷ്ടത്തിലാണ്. നഷ്ടമില്ലാത്തവർ 4 കർമ്മങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ്. ഇല്ലല്ലദീന ആമനു. ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവിനെ കണ്ടെത്തി ആ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവർ. വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ. വതവാസൗ ബിൽ ഹഖ്, സത്യം എവിടെയോ സത്യമേ നമ്മൾ കേൾക്കാവൂ, സത്യമേ സ്വീകരിക്കാവൂ, സത്യത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാവൂ. നമ്മൾ നിൽക്കുന്ന നമ്മുടെ ന്യായമോ നമ്മുടെ വാദമോ സത്യമല്ലെങ്കിൽ അതിനെ എടുത്തു കളയണം.
സത്യത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്നവർ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കണം എന്ന് പരസ്പരം പറയുന്നവർ, ക്ഷമ പരസ്പരം ഉപദേശിക്കുന്നവർ, സത്യമേ കൊണ്ടു നടക്കാവൂ എന്ന് പരസ്പരം ഉപദേശിക്കുന്നവർ. രണ്ടുപദേശമാ പറഞ്ഞു, ഒന്ന് സത്യം, ഒന്ന് ക്ഷമ, പിന്നെ ഒന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, മറ്റൊന്ന് ഖൽബിൽ ഈമാനുള്ളവർ. ഇവരല്ലാതെ മറ്റു സർവ്വ ആയുസ്സ് തീർത്തു പോകുന്ന മനുഷ്യനും പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ഒരു കൊച്ചു സൂറയിൽ അള്ളാഹു അവതരിപ്പിച്ചതാണ് സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അല്ലാഹു നമ്മെ ഹക്കിന്റെയും സബറിന്റെയും ഈമാനിന്റെയും അമലു സ്വാലിഹാത്തിന്റെയും അഹ്ലുകാരിൽ അല്ലാഹു പെടുത്തി തരട്ടെ. പുണ്യനബി തങ്ങളെ വിഭാവനം ചെയ്ത നന്മയുടെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന, മനുഷ്യന്റെ മഹത്വം കാണിച്ച് മനുഷ്യനെ ആദരിക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പുണ്യനബിയുടെ ആശയങ്ങളുടെ വക്താക്കളായി, അതിന്റെ പ്രചാരകരായി, അതിന്റെ പ്രയോക്താക്കളായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നമ്മുടെ നന്മകൾ പടച്ചവനെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാവട്ടെ. നമ്മുടെ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവിനെ നാളെ കണ്ടുമുട്ടുന്ന ജന്നത്തുൽ ഫിർദൗസാണ്. നമ്മുടെ ലക്ഷ്യം അവിടെയാണ്. അവിടേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ.